ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കറുമുറൂന്നിരിക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണം അതേപോലത്തെ ചിപ്സ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പിള്ളേർക്കൊക്കെ ഈ കടയിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കാതെ കായം മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അത്ര നല്ല മൂത്ത വാഴക്കായൊന്നും അല്ല കേട്ടോ. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇവിടെ ഒടിഞ്ഞ് ചാടിയ ഒരു വാഴക്കായാണ്. നിങ്ങളെടുക്കുമ്പോൾ നല്ല മൂത്തിട്ടുള്ള വാഴക്ക എടുക്കാൻ നോക്കണം കേട്ടോ. അതെന്നാന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. മൂത്തതിന് നല്ല ടേസ്റ്റും ആയിരിക്കും, അതുപോലെ തന്നെ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും വറുത്ത് കഴിയുമ്പോഴേ. അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇപ്പം ഞാനിത് വെച്ച് ഇവിടെ ഉണ്ടാക്കി കാണിക്കാം. അതുപോലെ തന്നെ നമുക്ക് മൂത്ത കായ വെച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് ഒന്ന് വെള്ളം നല്ലതുപോലെ മിക്സ് ചെയ്യുവാണ്. ഞാനിവിടെ കൈ വെച്ച് മിക്സ് ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഈ ഉപ്പ് വെള്ളത്തിൽ നമ്മൾ കൈ മുക്കിയിട്ടുണ്ടെങ്കിൽ ഈ വാഴക്കയുടെ കറയൊന്നും നമ്മുടെ കയ്യിലധികം പിടിക്കത്തില്ല. അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം നമുക്കൊരു മൂലയിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഓരോ കായായിട്ട് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. കായ പൊളിച്ചെടുക്കണം കേട്ടോ, ചെത്തരുത്. ചെത്തിയാൽ ആ ഷേപ്പ് അങ്ങ് പോകും. നമ്മളിങ്ങനെ നടുവ് ഇങ്ങനെ ഒന്ന് കത്തിയും കൊണ്ട് വരഞ്ഞതിന് ശേഷം നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി. നല്ലതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. പൊളിക്കാനൊന്നും ഒരു പാടുമില്ല. മൂത്തതാണെങ്കിൽ ഇതിലും എളുപ്പമാണ് പൊളിക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പൊളിച്ചെടുക്കുന്നത് നമ്മൾ ആ കലക്കി വെച്ച വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മൾ വാഴയ്ക്ക മുഴുവനും ഇതേമാതിരി പൊളിച്ച് ഈ വെള്ളത്തിലേക്കിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാവേ. അതിന് ശേഷം നമുക്കിത് വറക്കാം കേട്ടോ. ഇത് ഇപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എണ്ണയുടെ കളറ് കണ്ടൊന്നും വിചാരിക്കേണ്ട, കാരണം നമ്മൾ ചക്ക വറുത്ത എണ്ണയുടെ ബാക്കിയാണ്. ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതേപോലത്തെ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് ഈ വാഴയ്ക്ക അരിഞ്ഞിടുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒരേ ഷേപ്പിൽ കിട്ടും. ഇങ്ങനത്തെ സംഭവം ഇല്ലെങ്കിൽ കത്തി വെച്ച് അരിഞ്ഞിട്ടാലും മതി. ഇതാകുമ്പോൾ നമുക്ക് ഒരേ ഷേപ്പും കിട്ടും, വേഗം തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിവിടെ ഇതിനകത്ത് വേറെ എക്സ്ട്രാ ഉപ്പ് ഇതിൽ ചേർക്കുന്നില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലിട്ടപ്പോൾ തന്നെ കുറച്ച് ഉപ്പുണ്ട്. കാരണം ഇവിടെ പ്രഷറൊക്കെ ഉള്ള ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ ഉപ്പ് ഇതിനകത്ത് ചേർക്കുന്നില്ല. ഞാൻ ഒരു ട്രിപ്പ് ഉപ്പ് ചേർത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് ഈ കൊമ്പളകളെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാഴയ്ക്ക നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ടാവും, നല്ലതുപോലെ മൂത്തിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് കോരാം. ആ ഒരു പൊട്ടലും ചീറ്റലും ആ കൊമ്പള അങ്ങനെ തിളച്ച് വരുന്നത് പോലത്തെ ഇതൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മുടെ വാഴയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനിങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പിൽ ഞാൻ ഒരല്പം ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. കാരണം നമ്മുടെ നല്ല മൂത്ത കായാണെങ്കിൽ വറക്കുമ്പോൾ നല്ല മഞ്ഞ കളർ ഉണ്ടാവും. മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഉപ്പ് നമ്മൾ ആ ഉപ്പിൻ്റെ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് അധികം ചേർക്കണം. പിന്നെ ഉപ്പ് നല്ലതുപോലെ വേണ്ട ആൾക്കാർ മാത്രം ഇതുപോലെ നമ്മൾ അരിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ഇളക്കി കോരിയെടുത്താൽ മതി കേട്ടോ. നമുക്ക് എന്തായാലും കടയിൽ നിന്ന് മേടിക്കുന്നതിനും ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് പിള്ളേർക്ക് കൊടുക്കാതെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.